കേരളത്തിലെ ആവാസ വ്യവസ്ഥയിൽ സുപ്രധാന സ്ഥാനമുള്ള കായലാണ് വേമ്പനാട്ട് കായൽ. പശ്ചിമഘട്ടത്തെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ്. എന്നാൽ വേമ്പനാട്ട് കായൽ ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. എക്കലും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കേരളത്തിന്റെ മത്സ്യസമ്പദ്ഘടനയിലെ പ്രധാന സ്രോതസ്സായിരുന്ന വേമ്പനാട്ട് കായലിന്റെ ശ്വാസം നിലയ്ക്കുന്ന കാഴ്ചകളാണ് ചുറ്റും. വേമ്പനാട്ട് കായലിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ ശോചനീയമാണ്. പല ഭാഗങ്ങളിൽ നിന്നായി അടിഞ്ഞുകൂടിയ എക്കലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കായലിന്റെ ഒഴുക്കിനെ തന്നെ തടസ്സപ്പെടുത്തി. ഇതോടെ പ്രതിസന്ധിയിലായത് നിരവധി മത്സ്യത്തൊഴിലാളികളാണ്. എക്കലടിഞ്ഞുകൂടി കായലിലെ 60 ഇനം മത്സ്യങ്ങളാണ് മൺമറഞ്ഞത്. പണിക്ക് പോയിട്ട് ഒന്നും കിട്ടണല്ലോ. 500 രൂപ വേണം പണിയെടുക്കാനായിട്ട്, പെട്രോളും ഇതൊക്കെ. അതുള്ളത് കൊണ്ട് അടിച്ചു പോകണതാണ്. ഈ പാലിൻ്റെ പുറത്ത് കയറി എക്കലിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്നത് ഒരുപാട് പാടുപെട്ടാണ് പോകുന്നത്. എല്ലാ കൊല്ലവും ഇങ്ങനെ വന്ന് ഈ എക്കൽ വന്ന് വീണിട്ട് പണിയെടുക്കാൻ പറ്റില്ല. വഞ്ചി അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോരാൻ പറ്റില്ല. വല നിറയെ മീൻ പിടിച്ചിരുന്നവർക്ക് ഇന്ന് ഒരു ദിവസത്തെ വരുമാനത്തിന് പോലുമുള്ള മീൻ ലഭിക്കുന്നില്ല. ഡ്രഡ്ജിംഗ് നടത്തി കായലിന്റെ ആഴം കൂട്ടി നീരൊഴുക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. എന്നാൽ ഇതിനുവേണ്ടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരിടപെടലും ഉണ്ടായിട്ടില്ല. ലോബികളുടെയും രാഷ്ട്രീയക്കാരുടെയും ഇടപെടൽ ഇതിനു പിന്നിൽ ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 21 സാങ്ഷനായെന്ന് പറഞ്ഞതല്ലാതെ 10 പൈസ ഇതിനുവേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തിട്ടില്ല. അപ്പം കായലോരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡ്രഡ്ജ് ചെയ്തത് നീക്കം ചെയ്തില്ല എങ്കിൽ ഇനി തീരദേശത്തുള്ള ജനതയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് സംബന്ധിച്ച് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയതല്ലാതെ മറ്റു പ്രയോജനങ്ങൾ ഉണ്ടായിട്ടില്ല. ഡ്രഡ്ജിങ്ങിനായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും മറ്റു നടപടികൾ തുടർന്നിട്ടില്ല. വേമ്പനാട്ട് കായലിൽ ഇത്തരത്തിൽ എക്കലും മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയിട്ട് വർഷങ്ങളായി. തൊഴിലെടുത്ത് കുടുംബം പോറ്റാനാകാതെ പോയത് നിരവധി മത്സ്യത്തൊഴിലാളികളാണ്. എന്നിട്ടും അധികാരികൾ സ്ഥിരം പല്ലവികൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ്. ക്യാമറാമാൻ പി ശശികാന്തിനൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി.